വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സതീശൻ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എനിക്കിതിന്റെ ഈ ചർച്ചകൾ കാണുമ്പോൾ നമുക്കൊരു അട്ടർ BS ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ പറയുന്നവരാണെങ്കിൽ അത് ഇനിയെങ്കിലും പറയാതിരിക്കുക. അത് അച്ഛന്മാരായാലും കൊള്ളാം, ബിഷപ്പുമാരായാലും കൊള്ളാം, ഇനി ആരായാലും കൊള്ളാം. അങ്ങനെ ഒരു കാര്യം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയും എപ്പോഴും അതിനെ എതിർക്കുന്ന ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കുടിച്ചിട്ട് ഒരുത്തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ അവനെ പിടിച്ച് ജയിലിലിടണം. ആ സംവിധാനം വേണം. കുടിക്കണം എന്നുള്ളവർക്ക് അത് കുടിക്കാനുള്ള അത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കുന്നത് ശരിയല്ല. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന ഒരു പോലെ തന്നെ ഉള്ളൂ. കാരണം അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ അമേരിക്കയിലൊക്കെ എങ്ങനെയാണ് ഈ മദ്യം സുലഭമായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ LDF സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നാടിന് ഗുണം കിട്ടുന്ന ഒരു പരിപാടിക്കകത്ത് ഒരു പുതിയ സർക്കാർ വന്നുള്ളതുകൊണ്ട് അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. ലഹരി നിരോധനമല്ല, മറിച്ച് ശാസ്ത്രീയമായ ബോധവൽക്കരണവും നിയന്ത്രിതമായ വിതരണവുമാണ് ഏതൊരു ആധുനിക സമൂഹത്തിനും വേണ്ടത്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു കൂട്ടര് ഈ മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അവരുടെ ഖിലാഫത്ത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് ഹറാമായതുകൊണ്ട് ബാക്കി ആരും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അങ്ങനെ അവരുടെ ഒരു സെക്ടറിൻ അവരുടെ ഒരു ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിനെ എതിർക്കുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മനുഷ്യൻ അവന്റെ ഒരു പ്ലഷർ പോയിന്റിന്, ഒരു പ്ലഷറിന് വേണ്ടി, ഒരു റിലാക്സേഷന് വേണ്ടി, ഒരു റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതൊന്നും. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും. നമ്മുടെ ഇല്ലത്തിച്ചിരി എലിയുണ്ട്, എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെയുള്ള പൊട്ടത്തരങ്ങളാണ് പല സർക്കാരുകളും കാണിച്ചിട്ടുണ്ട്. ഈ ഇടതുപക്ഷം അതൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. വൈഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും സെക്സും അത് മനുഷ്യനുള്ള കാലത്തോടും ഇതൊക്കെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. ഇത്രയുള്ള കാര്യം വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. Samsi360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. Samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ മദ്യനയത്തെക്കുറിച്ചും വിപണന സാധ്യതകളെക്കുറിച്ചും പുതിയ സർക്കാരിന്റെ മദ്യനയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ ഈ സമയം ഞങ്ങൾ ചെലവഴിക്കുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ജോർജ് സാറും ജിൻസ്മോൻ സക്രിയുമാണ്. നമുക്ക് നേരിട്ട് തന്നെ ചർച്ചയിലേക്ക് കടക്കാം. സംസ്ഥാനത്തിന്റെ ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി 3 സ്റ്റാർ ഹോട്ടലുകളിലും മുകളിൽ അങ്ങോട്ടുള്ള ഹോട്ടലുകൾക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റുകളിലുമെല്ലാം മദ്യനയത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരും അല്ല അത് വേണ്ട, അത് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. നമുക്ക് എന്തായാലും അതെങ്ങനെയാണ് അത് നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ കേരളത്തിലെ സർക്കാരിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, ജനങ്ങളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, സർക്കാരിന് അതെങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നേരിട്ട് തന്നെ ചർച്ചയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമേ തന്നെ ജോർജ് സാറിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. സാറിന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? വളരെ സന്തോഷം. വളരെ പ്രയോജനകരമായ ഒരു വിഷയം തിരഞ്ഞെടുത്തതിലും നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള മലയാളികൾ ഈ വിഷയം കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ UDFന്റെ നയം എന്ന് പറഞ്ഞത് മദ്യനയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം അല്ലായിരുന്നു. എന്നിരുന്നാലും തന്നെയും മദ്യനയം ഇത് പ്രോത്സാഹനമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം നികുതി ഇളവ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ നികുതി ഇളവ്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമീപനമാണ് സതീശൻ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എനിക്ക് മദ്യ നിരോധനത്തിനോട് യാതൊരു വിധമായ യോജിപ്പുമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ തൂഫാൻ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെ ഫലപ്രദമാക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഈ മദ്യം മനുഷ്യൻ്റെ ഒരു ആവശ്യമായ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന അല്പസമയം, അല്ലെങ്കിൽ അവൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഭാരാപ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് മാറി അല്പസമയം കിട്ടുന്നതിന് വേണ്ടി
തൊഴിലാളി, പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു റിലാക്സ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ നാം കാണുകയാണെങ്കിൽ ഇതൊരു തെറ്റായിട്ട് ഉള്ള ഒരു കാര്യമല്ല. മറിച്ച് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. മറ്റിരുന്നാൽ തന്നെയും ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമല്ല. ഇത് ഗവൺമെൻറ്റിന് വളരെയധികം നികുതി വരുമാനം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഇതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ മാർഗം നമ്മളിപ്പോൾ ഒരു ജില്ലയിൽ അല്ലെ ഒരു താലൂക്കിലോ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ മാത്രമാണ്, 1-2 ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ സംവിധാനം കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ചാൽ മനുഷ്യന് കുറച്ചുകൂടെ അവൻ്റെ സമയത്തെയും അവൻ്റെ അധ്വാനത്തെയും കൂടെ കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയുന്ന ക്യൂ എത്രയോ സമയം ഇത് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരെ കാണുമ്പോൾ വളരെ പരിതാപകരമാണ്. ഈ സ്ഥിതി ഒന്ന് മാറി ചിന്തിക്കേണ്ട കാര്യം വേണം എന്നാണ് ആദ്യപടിയിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് പുറകാലെ കൂടുതൽ കാര്യത്തെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. സാറ് പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ജിൻസ്മോനിലേക്ക് പോകാം. നമ്മുടെ ഈ ഔട്ട്ലെറ്റുകളുടെ എണ്ണത്തെ കുറിച്ച് സാറ് പറഞ്ഞു. ഈ ജനസംഖ്യയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ കേരളത്തില് 100,000 പേർക്ക് ഒരു ഔട്ട്ലെറ്റ് എന്നുള്ള നിലയിലാണ് നമുക്കിപ്പോ സ്ഥിതിയിലുള്ളത് കേരളത്തെ സംബന്ധിച്ച്. പക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ തമിഴ്നാട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കർണാടക എടുക്കുമ്പോഴോ തെലങ്കാന എടുക്കുമ്പോഴോ കേരളം വളരെ തുലവും കുറവാണ് ഔട്ട്ലെറ്റുകളുടെ എണ്ണത്തിൽ. സോ സാറ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ജിൻസ്മോൻ ഇതിനെക്കുറിച്ച് എന്താണ്, ജിൻസ്മോന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയൊരു സർക്കാർ വന്നിട്ട് അവര് നേരിട്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂലൊരു ഈ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. എനിക്ക് ഇതിന്റെ ഈ ചർച്ചകൾ കാണുമ്പോൾ നമുക്കൊരു അട്ടർ BS ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഇതിന്റെ ഗുണവും ദോഷവശങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കൻ മലയാളികൾ ഇവിടെ ഇരുന്ന് അമേരിക്കയിൽ നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അജഗജാന്തരമുണ്ട്. കാരണം അമേരിക്കയിലെ ഒരു മദ്യ നയവും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മദ്യനയവും അത് കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ പ്രാവർത്തികമാക്കുന്ന നയങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. അതിലിപ്പോൾ AK ആന്റണി ഈ ചാരായം നിരോധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി എന്ന് നമ്മൾ ഈ കാലഘട്ടം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ LDF സർക്കാരിന്റെ ഒരു ഏട്ടത്തപ്പ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച മൂന്ന് ഗ്രൂപ്പുകളാണ് കേരളത്തിലെ മദ്യനയത്തെ വിമർശിച്ചത്. കാരണം കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിന്റെ ആ മദ്യനയത്തെ നമുക്ക് ഒരു വിധത്തിലും കുറ്റം പറയാൻ പറ്റുകയില്ല. അവരാ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാം ഒരു സോഷ്യൽ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ മദ്യത്തിന്റെ നല്ല ഗുണങ്ങളൊന്നുമല്ല. ഇത് മദ്യം എങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ ഇപ്പം ഒരു സോഷ്യൽ ഈസായിട്ട് ഉപയോഗിക്കാനോ അധ്വാനിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഒരു വ്യക്തിയുടെ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാരണം മാത്രമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. അത് വളരെ ഇപ്പൊ പറയാണ് നമ്മൾ ആയുർവേദത്തിലായിക്കോട്ടെ, ഹോമിയോയിലായിക്കോട്ടെ, നമ്മൾ ഇംഗ്ലീഷ് മരുന്നിലൊക്കെ ആയിക്കോട്ടെ ബേസ് ആയിട്ട് വരെ ഉപയോഗിക്കുന്നതാണ്. അതായത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന ഒരു പോലെ തന്നെയുള്ളൂ. കാരണം അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇപ്പം അമേരിക്കയിലൊക്കെ എങ്ങനെയാണ് ഈ മദ്യം സുലഭമായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ LDF സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നാടിന് ഗുണം കിട്ടുന്ന ഒരു പരിപാടിക്കകത്ത് ഒരു പുതിയ സർക്കാർ വന്നുള്ളതുകൊണ്ട് അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നു. ഒന്നിപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഈ ക്രിസ്തീയ സഭകളുടെ ബിഷപ്പുമാർ, 1-2 ബിഷപ്പുമാരൊക്കെ ആദ്യം തന്നെ ഈ കച്ചകെട്ടി ഇറങ്ങി. അവര് ഈ പറഞ്ഞ ഇപ്പൊ ഈ ഇടതുപക്ഷ സർക്കാർ 10 വർഷം ഇങ്ങനെ ഇതൊക്കെ ബാറുകൾ അനുവദിച്ചപ്പോൾ ഈ 10-27 ഉണ്ടായിരുന്നത് 900 എത്തിച്ചപ്പോൾ ഇവർക്ക് മിണ്ടാട്ടം വെട്ടിപ്പോയി. കാരണം ഈ മദ്യ നിരോധനത്തെ കുറിച്ച് പറയാൻ ഒരു അർഹതയുമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ക്രിസ്തീയ സഭയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ബിഷപ്പുമാർ. കാരണം നമ്മളൊക്കെ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും യൂറോപ്പിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള പള്ളികളിലാണ് നമ്മൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് മദ്യം കൊടുക്കുന്നത്. യൂറോപ്പിലൊക്കെ പല പള്ളികളോട് ചേർന്ന് നമ്മൾ പറയില്ലേ, സെന്റ് പോൾസ് വളരെ പ്രമുഖമായിട്ടുള്ള ഇറ്റലിയിലെ ആ ചർച്ചിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പള്ളികളോടും ചേർന്ന് അവരുടെ സോഷ്യൽ ക്ലബ്ബുകളോട് ചേർന്ന് നല്ല ഓപ്പൺ ബാറുണ്ട്, അത് കഴിക്കാൻ പറ്റും. ആദ്യം അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ സഭയുടെ ആൾക്കാരെ തന്നെ ഈ ലോകം എന്ന് പറഞ്ഞാൽ കേരളം മാത്രം ഒരു പ്രത്യേക ഒരു സ്ഥലമൊന്നുമല്ലല്ലോ. ലോകത്ത് ഇന്ന് വളരെ ആക്സസിബിൾ ആണ്. സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു കൺവിൻസിങ് പോയിന്റും പറയാനില്ലാതെയാണ് ചുമ്മാ കുറെ അവർക്ക് തോന്നിയ പോലെ മദ്യത്തെ എതിർക്കുന്നത്. അത് അവർക്ക് പറയാനായിട്ട് ഒരു ന്യായീകരണമില്ല. പിന്നെ അവർ പറയും തീരദേശത്തെ ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ മദ്യം കുടിക്കുന്നതുകൊണ്ട് കുടുംബം തകരുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള ചില വരട്ട് ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അതിന് ഒരു സമൂഹത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഉള്ള
സംസ്ഥാനത്ത് ആ മദ്യം എങ്ങനെ വിൽക്കണം എന്നുള്ളതും അത് എങ്ങനെ അത് കഴിക്കണം എന്നുള്ളതിനും ഒക്കെ നിയമമുണ്ട്. കള്ളു കുടിച്ചിട്ട് ഒരുത്തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ അവനെ പിടിച്ച് ജയിലിലിടണം. ആ സംവിധാനം വേണം. കുടിക്കണം എന്നുള്ളവർക്ക് അത് കുടിക്കാനുള്ള അത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കുന്നത് ശരിയല്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു കൂട്ടർ ഈ മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അവരുടെ ഖിലാഫത്ത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് ഹറാമായതുകൊണ്ട് ബാക്കി ആരും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അങ്ങനെ അവരുടെ ഒരു സെക്ടറിൻ അവരുടെ ഒരു ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിനെ എതിർക്കുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. LDFന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അവര് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയപരമായിട്ട് ഈ ജനങ്ങളെ ഒന്നും പറഞ്ഞ് പറ്റിക്കുന്നത് നമ്മൾ കേരളത്തിൽ എലക്ട് ചെയ്യപ്പെട്ട ഇത്ര വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ ജനപ്രതിനിധികൾ അവർ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾ മേടിച്ചു കഴിയും. വീര്യം കുറഞ്ഞ മദ്യം വെച്ച് കഴിഞ്ഞാൽ ബാറി കിട്ടുന്ന കുപ്പി ഒരു മദ്യം മേടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സോഡയോ കോളയോ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബക്കാടി ബ്രീസാവും. അത് മിക്സ് ചെയ്തിട്ട് കുപ്പിക്കകത്തുകൊണ്ട് കഴിക്കാൻ പാടില്ലേ? എന്തോ ഒരു പൊട്ടത്തരമാണ്, എന്തോ ഒരു വിവരമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറയണ ഇപ്പൊ ലോകത്ത് ഇപ്പൊ അമേരിക്കയിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ അവിടെയൊക്കെ നമുക്ക് ആമസോണിൽ ഈ വൈൻ ഉണ്ടാക്കാനും മദ്യം ഉണ്ടാക്കാനുള്ള നമ്മൾ പറയുന്ന വാറ്റാനുള്ള ഉപകരണങ്ങൾ ആമസോണിൽ മേടിക്കാം. ആൾക്കാർ അവരുടെ പ്രൈവസിയാണ്, അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഫലങ്ങൾ ഉപയോഗിച്ച് അത് വാറ്റി കഴിക്കണം. ഓക്കെ, നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ടാണെങ്കിലും അമിതമായിട്ട് അത് ഉപയോഗിക്കാതിരിക്കാനാണെങ്കിലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. പക്ഷെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയാണ്. ഇപ്പൊ കള്ള് പോലും നമ്മുടെ നാട്ടില് അത് ഈ യൂണിയൻ ഇസം കൊണ്ട്, അതായത് ഒരു കൃഷിക്കാരന് അവന്റെ പറമ്പിലുണ്ടാകുന്ന ആ കള്ള് അത് വീര്യം കുറഞ്ഞൊരു സാധനമാണല്ലോ. അതിന്റെ ബെനിഫിറ്റ് അവന് കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ പല കർഷകർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും അത് അവർക്ക് പ്രയോജനകരമാകുന്നത്. ഇത് കുറെ ചെത്തുതൊഴിലാളി യൂണിയൻ, കുറെ യൂണിയൻകാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഈ കള്ള് ചെത്ത് വ്യവസായത്തെയൊക്കെ ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് കർഷകന് യാതൊരു പ്രയോജനമില്ല. ഒരു അരയേക്കർ സ്ഥലമുള്ളതിന് അവൻ വെച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് എത്ര ഗുണകരമായിട്ടുള്ള മദ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ ചൈനയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റിടത്ത് വരുന്ന കെമിക്കൽ ആയിട്ടുള്ള ഈ ഈ ശരിക്കും പറഞ്ഞാൽ മദ്യത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുറ തന്നെ, നമ്മൾ പറയല്ലേ ഈ നമുക്ക് ലോസ് ഏഞ്ചൽസിലോ അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം പെൻസിൽവാനിയ സ്റ്റേറ്റിന്റെ ഒക്കെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം മനുഷ്യൻ അവരുടെ ബ്രെയിനിലൊക്കെ നശിച്ച് ഇതിട്ടിട്ട് യാതൊരു ബോധമില്ലാത്ത റോഡുകളിൽ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം മനുഷ്യൻ അവന്റെ ഒരു പ്ലഷർ പോയിന്റിന്, ഒരു പ്ലഷറിന് വേണ്ടി, ഒരു റിലാക്സേഷന് വേണ്ടി, ഒരു റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതൊന്നും. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും. അതുകൊണ്ട് പറയാണ് ഇപ്പൊ ഈ ബിയറോ മദ്യമോ ഇതിനു വേണ്ടി സമയം കളയുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ളതാണ്. ഇതിനെ എതിർക്കുന്നവർക്ക് അത് അങ്ങനെ എതിർക്കാനായിട്ടുള്ള ഒരു പോയിന്റും ഇല്ല. നമ്മൾ കുറച്ചുകൂടെയൊക്കെ വളരെ ജനറസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം, നിയമം ശക്തമാക്കുക. അതായത് നമ്മൾ ഇവിടെ പറയും, ഇവിടെ നമുക്ക് 16 വയസ്സിൽ താഴെയുള്ള അല്ല 18 അല്ല, എനിക്ക് തോന്നുന്നു കള്ള് മേടിക്കാനായിട്ട് 21 വയസ്സാണെന്ന് തോന്നുന്നു. പല സ്റ്റേറ്റിലും പല വയസ്സുണ്ട്. അപ്പൊ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഐ ഡി മേടിച്ച് ഇപ്പൊ നമ്മൾ പലപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഒരു ഐ ഡി ചോദിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള ആണെങ്കിൽ പോലും അത് അത്ര സേഫ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്. മദ്യം മേടിക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ നമ്മളിപ്പോ ഒരു കഫ് സിറപ്പ് മേടിച്ചാൽ പോലും അത് നമ്മുടെ ID മേടിച്ചവര് പരിശോധിച്ചിട്ടേ അത് അങ്ങനെയുള്ള സാധനങ്ങൾ തരാറുള്ളൂ. അങ്ങനെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് അതിന്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനപ്രതിനിധികൾ നമ്മുടെ നാടിന് പ്രയോജനകരമാകേണ്ട, അവരുടെ വളരെ വിലപ്പെട്ട ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഈ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള അനാവശ്യമായ വിഷയങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ചർച്ച ചെയ്ത് സമയം കളയേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. അത് ഇപ്പൊ പറഞ്ഞ വീര്യം കുറഞ്ഞ ഒരു മദ്യം, എന്തോ വീര്യം കൂടി മദ്യത്തിന്റെ അകത്തേക്ക് സോഡ കഴിച്ചാലും കോള കഴിച്ചാലും അത് വീര്യം കുറഞ്ഞതാകും. അത് കുട്ടികൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പൊ ഞങ്ങൾ പറയാം, ഇപ്പം ഈ ഒരു 3-4 മാസം മുമ്പാണ് ഞങ്ങൾ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ സ്കൂൾ കുട്ടികൾ ഏതാണ്ട് 12-13 വയസ്സുള്ള പിള്ളേര് അവിടെ ഒരു കൂൾബാറിൽ വന്നിരുന്നിട്ട് അവർ കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നത് ഓപ്പണായിട്ട് കഴിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പാരന്റ്സിനെ കൊണ്ടുവന്നിട്ടാണ് വിട്ടത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിപ്പോ എങ്ങനെയാണെങ്കിലും ഇത് പരീക്ഷിക്കാനുമുള്ള അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ കുട്ടികളിലൊക്കെ സ്വാഭാവികമായിട്ട് ഇതുണ്ടാകും. അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് പകരം ഒരു രാജ്യത്തെ സർക്കാർ എത്ര വിലപ്പെട്ട സമയമാണ് ഈ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ചെയ്ത് ഇതിന് കളയണം എന്നുള്ളതാണ്. കാരണം ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ദോഷവശങ്ങളോ, എല്ലാ സാധനത്തിനും അതിന് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. ആറ്റോമിക് എനർജിക്ക് നല്ല വശങ്ങളില്ലേ, ദോഷം വശങ്ങളില്ലേ? അതിൽ ഏറ്റവും മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതുള്ളൂ. മനുഷ്യന് സ്വതന്ത്രമായിട്ട് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉപയോഗിച്ച് അവൻ ആ സമൂഹത്തിന്
ഗുണകരമാകുന്ന രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ അവന് ലഭ്യമായ സാധനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് വികസിത രാജ്യങ്ങളിൽ നടന്നു വന്നിട്ടുള്ള കാര്യം. ആ വികസിതമായിട്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾക്ക് അവർ, കാരണം പറയാം, ഇവിടെ നമ്മുടെ നാട്ടില് 2, 3, 4 ലക്ഷം രൂപ മാസം ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഒരു വലിയ ഒരു തലമുറ തന്നെ വന്നിട്ടുണ്ട്. കാരണം നല്ല ജോലികളിൽ, സർക്കാർ ജോലികളിൽ ഞാൻ പറയാണ്, നല്ലൊരു അവർക്ക് ഈ എടുക്കുന്ന പൈസ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ അവർക്കൊരു റിക്രിയേഷനും ഇല്ല. അവർ പണിയെടുത്തോ, ഈ പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള കഴുതകളായിട്ടാണ് ഒരു സമൂഹം വളർന്നു വരുന്നത്. അവർക്ക് റിക്രിയേഷനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, നല്ല ക്ലബ്ബുകൾ ഉണ്ടാകണം, ക്ലബിനുള്ള ലൈസൻസ് കൊടുക്കണം, ഉപയോഗിക്കാൻ പറ്റുന്നവന്, അതായത് ആ രീതിയിൽ ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പ്രൈവറ്റ് മേഖലയിലുണ്ട്. അവർക്കൊക്കെ ഇത് അവർക്ക് കിട്ടുന്ന പൈസ അക്യുമുലേറ്റ് ചെയ്ത് അവർ കൊണ്ടുപോയി ബാങ്കിൽ ഇടാതെ അവർക്ക് അവരുടെ ജീവിതം ആഘോഷിക്കണ്ടേ? അല്ലെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. ഇതാണ് ഈ ഒരു കാര്യത്തില്. കാരണം ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളാണ് ഇതിനകത്ത് ചേഞ്ച് വരുത്തേണ്ടത്. ഈ സർക്കാരിനെ ഈ ഒരു വിഷയത്തില് കുറച്ചുകൂടെ ഈ തന്റെ ഇടത്തോടു കൂടി, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീരിക്കളായിട്ടുള്ള ബേഗാനണിയെ ചാരായം നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, ഇപ്പം ഈ നമ്മുടെ ഇല്ലത്തിച്ചിരി എലിയുണ്ട്, എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെയുള്ള പൊട്ടത്തരങ്ങളാണ് പല സർക്കാരുകളും കാണിച്ചിട്ടുണ്ട്. ഈ ഇടതുപക്ഷം അതൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. അവര് ഇതിനെ ഇപ്പൊ പറയാ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം എവിടെയൊക്കെ പ്രാമുഖ്യത്തിലുണ്ടോ അവിടെ വളരെ അധികമായിട്ട് ഈ മയക്കുമരുന്നുകളും അവര് പറയല്ലോ, ഈ ജീവിതത്തില് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അമിത സ്വാതന്ത്ര്യം കൊടുത്ത്, കാരണം അവരെ അടിമയാക്കി കൊണ്ടുപോകേണ്ട, അതിനുവേണ്ടി മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ധാരാളം ലഭ്യമാക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പല രാജ്യങ്ങളിലും അത് വളരെ. ജിൻസ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ഗവൺമെന്റിന്റെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് ഗവൺമെന്റിന്റെ പണത്തിനോടുള്ള ആർത്തിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ എത്രത്തോളമാണ് കടത്തിന്മേൽ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഈ ഒരു എന്താ പറയാ മദ്യനയം കൊണ്ടുവന്ന് മാത്രമാണ് ഈ കടക്കണിയിൽ നിന്ന് കേരളത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതല്ല. പക്ഷെ ഇതും ഒരു റീസൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പോയിന്റിൽ എനിക്ക് എതിർപ്പുണ്ട്. പറ്റി എന്നാന്നറിയോ, അതായത് നമ്മുടെ ഒരു വരുമാന മാർഗമായിട്ട് മദ്യത്തെ മെയിൻ ആയിട്ട് കാണുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ആ ഒരു നയം തന്നെ തെറ്റാണ്. കാരണം അവർക്ക് ഒരു വിഷനില്ലാത്ത, ഒരു ഭരിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു സർക്കാരാണ്. ഇപ്പൊ നമ്മൾ ഈസി വേയിൽ പണം ഉണ്ടാക്കാം, കളകടത്ത് നടത്തി പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പോലെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഇത് ഈ മദ്യം എന്ന് പറയുന്നത് അത് ലഭ്യമായ രീതിയിൽ വളരെ ലിബറലായിട്ട് അത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ, അത് നമ്മൾ പറയുന്ന പോലെ വളരെ ഈ സ്കേസിറ്റി മേക്സ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ നാട്ടിലെ മദ്യത്തിനുള്ളത്. അതിന് ഈ ടാക്സ് കൊടുക്കുന്ന ഈ പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ആലോചിക്കുക, അമേരിക്കയിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളെല്ലാം ഇവിടെ കിട്ടും. നാട്ടിലത്തെ വിലയേക്കാൾ കുറവാണ് നമ്മൾ ഈ അമേരിക്കയിൽ നമുക്ക് കിട്ടും. ഓൾഡ് ബങ്ക് റമ്മ് നമ്മൾ പറഞ്ഞ വളരെ നാട്ടിൽ ഏതാണ്ട് 100-200 വർഷത്തെ ചരിത്രമുള്ള സാധാരണക്കാരൻ കുടിച്ചുകൊണ്ടിരുന്ന ഒരു മദ്യമാണ്. ആ സാധനം കേരളത്തിൽ കിട്ടുന്നേക്കാളും വില കുറച്ച് അമേരിക്കയിൽ കിട്ടും. അതൊന്നും ആയിട്ട് അതുപോലെ 200%, 300% ഇത് മേടിക്കുന്നത് ഈ പാവപ്പെട്ടവൻ, ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, പാവപ്പെട്ടവൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അവർക്ക് മാത്രമായിട്ടല്ല പറഞ്ഞത്, പണിയെടുക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, അവൻ 1000 രൂപ അല്ലെ 1200 ശമ്പളം കിട്ടുമ്പോൾ അവന് വൈകുന്നേരം 100 രൂപ അവന്റെ കാരണം അവന്റെ ബോഡി റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ പറയല്ലോ, നമ്മൾ ഈ സാധാരണ പറയുന്ന ഈ നാച്ചുറൽ ബ്ലഡ് തിന്നറാണ് ഇത് പറയും. നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്തിനാണ് ആൽക്കഹോൾ കൊടുക്കുന്നത്? ആൽക്കഹോൾ ബേസിക്കലി അങ്ങനെ ആൽക്കഹോളിനുള്ള ചില പോസിറ്റീവ് സൈഡുകൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്. പക്ഷെ നമ്മളൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ ആ രാജ്യത്ത് അവർ ലിബറൽ ഒരു മദ്യം കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അത് നിയമപരമായിട്ട് തെറ്റല്ല. അപ്പൊ ആ ഒരു മദ്യപിക്കുന്നയാള് സർക്കാരിന് അവൻ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ അവനത് വളരെ ഡിഗ്നിറ്റിയോടുകൂടി അത് മേടിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. കുറച്ചുകൂടെ ഫ്രീ ട്രേഡ് ഇതിലേക്ക് കൊണ്ടുവരണം. ഇതിന് ലൈസൻസ് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം. അല്ലാതെ ഇത് ബാറിൽ മാത്രമേ ലഭ്യമാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വരേണ്യ വർഗത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഇതിനെ മാറ്റുന്നത് തന്നെ തെറ്റാണ്. എല്ലാവരും അവന്റെ ഡിഗ്നിറ്റിയും അവന്റെ എൻജോയ്മെന്റിനും വേണ്ട ഒരു സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അന്നേരം ഇത് ചെയ്തു തരുന്ന ഒരു സർക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയ ഒരു സർക്കാർ ഈ നയത്തെ എതിർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല, അത് ന്യായീകരിക്കാൻ പറ്റുന്നതും അല്ല. ഇപ്പൊ ജിൻസ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് എന്താ പറയാ, അവരുടെ ഈ
ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു 200-ൽ നിന്ന് 900-ലേക്ക് മാറ്റിയതും, പിന്നെ എന്നിട്ട് അതിനെ എതിർക്കുക എന്ന് പറയുന്ന നടപടിയോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ നമുക്കിപ്പോ ജോർജ് സാർ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു, ഈ ലൈൻ നിൽക്കുന്നതിനെ കുറിച്ച്. ആൾക്കാർ ഇങ്ങനെ വന്ന് ലൈൻ നിൽക്കുന്നു, അപ്പൊ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടുമ്പോഴത്തേനും ആ ആൾക്കാർ, നമ്മളുടെ ആൾക്കാർക്ക് ഇപ്പൊ ഏജൻസി പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളുടെ മനുഷ്യരുടെ ഒരു അവരുടെ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉന്തും തള്ളും ഇല്ലാതെ അവർക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു, ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഞാനൊരു ഡിബേറ്റിൽ ഒരാൾ വന്ന് പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു തമാശ രൂപേണ പറയുന്നതെങ്കിൽ പോലും അത് അവരുടെ ഒരു ഫീലിങ്സ് അവർ പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കാനുള്ള ഒരു കാര്യമാണ് ഈ ഡ്രൈ ഡേയെ കുറിച്ച്. നമ്മൾ പിന്നെ ഇന്റർനാഷണൽ ടൂറിസം സ്റ്റാൻഡേർഡ്സുകളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ലോകത്ത് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നും തന്നെ ഡ്രൈ ഡേയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഈ വിദേശ സഞ്ചാരികളും വിനോദസഞ്ചാരികളും ഒക്കെ കേരളത്തിലേക്ക് വരുമ്പോഴും അവരെല്ലാവരും ഈ ടൂറിസം ഫോക്കസ് ചെയ്തുകൊണ്ട് അവര് ട്രാവൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയാ ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളത്തെ കാണുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദിവസം വന്നു ചേരുമ്പോഴത്തേനും അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മുടെ കേരളത്തെ വിട്ടിട്ട് അടുത്ത സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ പിന്നെ ശ്രീലങ്കയിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്കോ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈ ഡേയെ കുറിച്ചും അല്ലെങ്കിൽ ഈ മൈസ് എന്ന് പറഞ്ഞിട്ട് ടൂറിസത്തിന് വൻ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള പിന്നെ എന്താ പറയാ അതിന് മീറ്റിംഗ് ഇൻസെന്റീവ്സ് ആൻഡ് കോൺഫറൻസ് എക്സിബിഷൻസ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കമ്പനികളൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് ഇതിലൊക്കെ നേരിടാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ജോർജ് സാറിന്റെ അഭിപ്രായം? എന്താണ് ഇത് ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ഞാൻ പറഞ്ഞത് കൊണ്ട് മനുഷ്യന്റെ ഡിഗ്നിറ്റിക്ക് വിലയില്ലാത്ത ഒരു പ്രാകൃത സംസ്കാരത്തിലാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ 100% അഭ്യസ്തരായ ജനങ്ങളെ ഒക്കെ വസിക്കുന്നു നമ്മൾ ക്ലെയിം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇതിങ്ങനെ എന്തുകൊണ്ട് ഇതിനെ അടിച്ചമർത്താൻ നമ്മൾ ശ്രമിക്കുന്നു? ലോകത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ എന്തിനെയെങ്കിലും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ അത് വളർന്ന് വലുതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആന്റണി സർക്കാരും അതുപോലെ തന്നെ UDFന്റെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരും 100-200 ബാറിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അത് വളരെ തെറ്റായൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് അതിപ്പം LDF സർക്കാർ ഏതാണ്ട് 900-1000 കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഇനി ഒരു കുറഞ്ഞ പക്ഷെ ഒരു 3 ഇരട്ടിയായിട്ട് കൂട്ടുമ്പോൾ ഇവിടുത്തെ ഈ ഒരു നമ്മളുടെ അരക്ഷിതാവസ്ഥ എന്ന് പറയാം, നമുക്ക് സുലഭമായിട്ട് വേർ ദർ ഈസ് എ ഡിമാൻഡ് സപ്ലൈ, ഇത് ഡിമാൻഡ് സപ്ലൈ ഇല്ലാതെ വരുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. അങ്ങനെയൊന്നും കാര്യമില്ല. മനുഷ്യൻ്റെ നമുക്ക് അറിയാം ഇവിടെ തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും കിട്ടാനില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം പോയി നമ്മൾ കാണാം. ഇവിടെ അമേരിക്കയിലായാലും പെട്ടെന്ന് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ ഒരു മനുഷ്യൻ്റെ സെൽഫിഷ്നെസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അവൈലബിൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുന്നു, അതിന് ഒരു ലൈസൻസ് ഉണ്ട്, അതിനൊരു പ്രക്രിയയുണ്ട്. അതേ ഫോർമാലിറ്റിയിൽ തന്നെ ഇവിടെയും ഇതിന് വെക്കുക, ഇത്ര വയസ്സിൽ കൂടുതലുള്ളവർക്ക് മദ്യം കൊടുക്കാവൂ. എന്നിട്ട് അവൈലബിൾ. ഞാൻ 10-30 വർഷം ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ നമുക്കറിയാം ബാംഗ്ലൂരിലെ ഒരു റോഡിൽ തന്നെ 3, 4, 5, 6 മദ്യ ഷോപ്പുകളുള്ള റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ ഈ പറയുന്നതിൻ്റെ റൂട്ട് ഇതും ബന്ധമായിട്ട് വലിയ കൊലപാതകങ്ങളോ അത് പിടിച്ചുപറിയോ ഒന്നും നടക്കാത്തില്ല. മനുഷ്യൻ ഇത് അവൈലബിൾ ആണ് എന്ന് കാണുമ്പോൾ തന്നെ അവൻ്റെ ആർത്തി അല്പം ഒന്ന് സബ്സിഡൈസ് ചെയ്യും. പെണ്ണ്, മദ്യം, ഇതെല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഒന്നാണ്. അതിനെ നമ്മൾ സപ്രസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവിടെ അക്രമങ്ങൾ പെരുകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മറവിൽ മറ്റ് മാർഗങ്ങളിലൂടെ അതിനെ മറികടന്നുകൊണ്ട് പലതരത്തിലുള്ള ദോഷവശങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഈ മദ്യനയത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആരോഗ്യകരമായ കേരളത്തിൻ്റെ വളർച്ചയായിരിക്കും നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ടൂറിസത്തിന് ഇതിൻ്റെ ഒരു ആവശ്യമാണ്. ഈ ഡ്രൈ പറഞ്ഞത് ഡ്രൈ ഡേ നിരോധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡ്രൈ ഡേയിൽ നാളെ ഡ്രൈ ഡേ ആണെന്നറിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാം അത് വാങ്ങിച്ചു വെക്കുകയാണ്. ഇതെല്ലാവരുടെയും അറിവാണ്. പോലീസ് ഒരു സ്ഥാനത്ത് കൊണ്ട് പിടിക്കുന്നു, അവൻ്റെ ഉണ്ടെന്ന് പറയാം, അവൻ്റെ പൈസ മേടിച്ച് അവനെ വിടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈവൻ ഡ്രഗ്സ് പോലും അത് നമ്മൾ നിയമപരമായിട്ട് കൊണ്ടുവന്നാൽ ഇവിടുത്തെ മാഫിയ, ഇത് ഡ്രഗ്സ് അല്ല, എങ്ങനെയാണ് വലിയ നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ എവിടുന്ന ഡ്രഗ്സ് വരുന്നത്? ഇത്
ഷിപ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അത് നിയന്ത്രിക്കുന്നത് നമ്മളുടെ വലിയ വലിയ നേതാക്കന്മാർ തന്നെയാണ്. അവരുടെ അറിവോടുകൂടി അല്ലാതെ ഇതൊന്നും ഇവിടെ സുലഭമായി കിട്ടുകയില്ല, നമുക്കിത് കൊണ്ടുവരാൻ പറ്റുകയില്ല. അപ്പം ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ലീഗലൈസ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ മരുന്ന് കിട്ടുന്നതിന് കൂട്ടുതന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ലൈസൻസ് കൊടുത്തിട്ട് പ്രായപരിധി നിശ്ചയിച്ച് ആവശ്യമുള്ളവനെ മദ്യം നല്ലതല്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കുടിക്കുക. അവന് കുടിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഇത് ഗുണമോ ദോഷമോ ഉള്ളതാണോ. അങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ലെന്ന്, അത് അവൻ്റെ ഒരു ആവശ്യമാണ്. അപ്പം ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാനമാകും, മനുഷ്യൻ്റെ ലിബർട്ടി, അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ സമയം ഇതിനെ കൂടെ പരിഗണിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ ഈ നമ്മളൊരു ടെക്നോളജി ആയിട്ടും പരിഷ്കൃത രാജ്യത്തിലേക്ക് വളരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അല്ലാതെ കാടത്തപരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്ത്യ സഭകൾ, കാരണം അറിയാം നമ്മുടെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം പേരും മദ്യപിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരു മുടച്ചതെന്നല്ല. നമുക്കറിയാം, എൻ്റെ ജീവിതത്തിലെ അറിവ് ഞാൻ പറയാം. അതുകൊണ്ട് മറ്റൊരാരെയും മദ്യനിരോധനത്തിന് നടക്കുന്ന കേരളത്തിലെ പ്രമുഖരെല്ലാം തന്നെ ഒരു 90% മദ്യപന്മാരാണ്. അതൊരു സത്യം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ഉണ്ട്. അപ്പം ജനറലൈസ് ചെയ്യല്ല, ഇതൊരു ചർച്ചയിൽ ഇങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കണം. എന്നിരുന്നാൽ തന്നെയും ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് മനുഷ്യൻ്റെ സമയത്തിനും അവൻ്റെ ഡിഗ്നിറ്റിക്ക് ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് ഇവന് ഇതുപോലെ മദ്യം അതൊരു വലിയ ദോഷമാണെന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. അവൻ്റെ ഡിഗ്നിറ്റിയാണ്. അവൻ്റെ ഇഷ്ടത്തിന് വീട്ടിലിരുന്ന് കുടിക്കാൻ ഉള്ള സമയം, അല്ലെങ്കിൽ മേടിക്കാം. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഒരു പൈസ 10, 30, 50 രൂപ വരെയുള്ള സാധനത്തെ 500, 600 രൂപ കൊടുത്ത് മേടിക്കുന്നതിന് അവൻ്റെ സമയം 2 മണിക്കൂർ മെനക്കെട്ട് നിൽക്കുകയാണ്. അത്തരത്തിലൊക്കെ മാറണം. അത് വളരെ ഒരു തരത്തിലുള്ള ചിന്താഗതിയാണ്. ഇത് മാറ്റിയെടുത്തിട്ട് നമ്മൾ ലീഗലൈസ് ചെയ്യുക, കൂടുതൽ ഔട്ട്ലെറ്റ് പ്രൊമോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡ്രഗ്സും ലീഗലൈസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര തരത്തിലുള്ള സാമൂഹ്യ മാറ്റം നമുക്കിവിടെ വരുത്താൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിപ്പോ ഈ പറഞ്ഞ കാര്യത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ WHO കണക്കനുസരിച്ച് വെസ്റ്റേൺ കൺട്രികളുടെ ആൽക്കഹോൾ കൺസപ്ഷൻ എന്ന് പറയുന്നത് 9 മുതൽ 12 വരെ, അതായത് പ്യുവർ ആൽക്കഹോൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, അത് കേരളം ഉൾപ്പെടെയാണ്, ഒരു 5.5 ലിറ്ററിന് താഴെ മാത്രമാണ് ഇന്ത്യ ഉൾപ്പെടെ. നമ്മൾ വിചാരിക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ ഉള്ളതെന്നാണ്. പക്ഷെ അല്ല, കേരളത്തിലല്ല ഉള്ളത്, മറ്റ് സംസ്ഥാനങ്ങളാണ് അത്. പാശ്ചാത്യ രാജ്യങ്ങള്, വെസ്റ്റേൺ കൺട്രികളിൽ ബിയർ, വൈന് അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കഴിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ കേരളത്തിലുള്ള വീര്യമേറിയ മദ്യത്തിന്റെ ഒരു ഉപഭോഗം കൂടുതലാണ്. അതാണ് ഇപ്പൊ ജിൻസ്മോൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല, അതിന് പിന്നെ എന്താ പറയാ, മാർക്കറ്റിൽ അത് അവൈലബിൾ ആക്കണമെന്നുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിന് വേറെ കുറെ കാര്യങ്ങളും കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഈ മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന നികുതി, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സർക്കാരിന്റെ പിന്നെ ഒരു പണത്തിനോടുള്ള ആർത്തിയാണോ, അല്ലെങ്കിൽ ഇത് മറ്റു വരുമാന മാർഗങ്ങളായിട്ട് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം നികുതി വരുമാനം കേരളത്തിന്റെ മറ്റ്, ഇപ്പൊ ഉദാഹരണത്തിന് ക്ഷേമ പെൻഷനുകൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന മറ്റു കാര്യങ്ങൾക്ക്, KSRTCയുടെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ടൂറിസം കൊണ്ട് നമുക്ക് കേരളത്തിന് എത്രമാത്രം വികസനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനമായ കേരളത്തില് കടുത്ത നിയന്ത്രണങ്ങൾ വന്നാൽ വിദേശ സഞ്ചാരികളുടെ വരവ് കുറയുമെന്നുള്ളത് ഉറപ്പാണ്. സോ ഇങ്ങനെയുള്ള പുതിയ പുതിയ നയങ്ങൾ, മദ്യനയത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു എന്താ പറയാ, ഒരു ചേഞ്ചോട് കൂടെയുള്ള ഒരു മദ്യനയം വന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ വരികയാണെങ്കിൽ, ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു നയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിദേശികളും അവർ വരുന്ന ഒഴുക്ക് കൂടും. അത് ടൂറിസത്തിന് ഒരു ഉണർവുണ്ടാകും. കേരളത്തിലേക്കുള്ള പിന്നെ എന്താ പറയാ, ധനത്തിന് അതിന്റെ ഒരു ഒഴുക്കുണ്ടാകും. നമ്മളുടെ കടം തീർക്കുന്നതിനുള്ള പിന്നെ ഒരു കാരണമാകും അത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാജ മദ്യ ദുരന്തങ്ങൾ തടയുന്നതിനും വലിയൊരു കാരണമായി മാറാൻ ഇത് സാധ്യതയുണ്ട്. ജിൻസ്മോൻ ഇതിനോട് കൂടെ ചേർത്ത് പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സ്ഥിരമായി ഈ മദ്യനയം, ഏതൊരു സർക്കാർ വന്ന് മദ്യനയം പുതുക്കുമ്പോഴോ മദ്യനയത്തിന്റെ മാറ്റം കൊണ്ടുവരുമ്പോഴോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മത്സ്യത്തൊഴിലാളികളുടെ പേരെടുത്ത് പറയുന്നത്.
എനിക്കത് പറയാനുള്ളത് എല്ലാ മത്സ്യത്തൊഴിലാളികൾ ഭൂരിഭാഗം പേരും മദ്യപാന്മാരോ മദ്യപിക്കുന്ന സ്ത്രീകളോ അല്ല. അവരാരും അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് അവരെല്ലാവരും തന്നെ മദ്യപിച്ച് നടക്കുന്നവരും 4 കാലിലും 3 കാലിലും നടക്കുന്ന ആൾക്കാരല്ല എന്നുള്ളത് എനിക്കിവിടെ ഉറപ്പിച്ച് പറയണം ഞാൻ ആഗ്രഹിക്കുന്നു. അതങ്ങനെ പറയുന്നവരാണെങ്കിൽ അത് ഇനിയെങ്കിലും പറയാതിരിക്കുക. അത് അച്ഛന്മാരായാലും കൊള്ളാം, ബിഷപ്പുമാരായാലും കൊള്ളാം, ഇനി ആരായാലും കൊള്ളാം. അങ്ങനെ ഒരു കാര്യം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയും എപ്പോഴും അതിനെ എതിർക്കുന്ന ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണത്. അല്ല പരീക്ഷ പറഞ്ഞു, ഇത് നമ്മുടെ ബിഷപ്പുമാർ അങ്ങനെ അതാണ് അവര് പ്രധാനമായിട്ടും അതാ ഞാൻ പേരെടുത്ത് പറയുന്നത്. അത് ഏത് അച്ഛന്മാരായാലും ഏത് ബിഷപ്പുമാരായാലും കൊള്ളാം. നമുക്കിതിനകത്ത് പേരെടുത്ത് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞങ്ങളെ വെച്ച് ജീവിക്കുന്നവരാ, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ വെച്ച് ജീവിക്കുന്നവരാ. അച്ഛന്മാരായാലും കൊള്ളാം, ബിഷപ്പുമാരായാലും കൊള്ളാം. അത് ഞങ്ങളെ വെച്ച് ജീവിക്കാൻ നോക്കുന്നവരാ. ഡ്രൈ ഡേ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഏതോ പൊട്ടം ബ്യൂറോക്രാറ്റുകൾ, നമ്മൾ ഈ ബ്യൂറോക്രസിയുടെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത് അവർ കൊണ്ട് കുറെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി. ഇതിനെയൊക്കെ ഒരു കറപ്റ്റഡ് ആയിട്ടൊരു സിസ്റ്റം ഇത് ലിബറലൈസ് ചെയ്യണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഈ എക്സൈസ് വകുപ്പിലും പ്രധാനപ്പെട്ട അഴിമതികൾ കാണിക്കാനും കള്ളക്കടത്ത് നടത്താനും ഒക്കെ ഇതൊരു കാരണമായിട്ട് മാറുന്നതാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഇതിനെ ലിബറലൈസ് ചെയ്യണം. ജോർജ് സാർ പറഞ്ഞതുപോലെ ഇതീ പറഞ്ഞ പോലെ 3 ഇരട്ടിയായിട്ട് വളരണം, വളരെ അവൈലബിൾ ആക്കണം. അവൈലബിൾ ആക്കിയത് കൊണ്ട് ഇത് അവനോ പണിക്ക് പോകാതെ അവനോട് കള്ളു മേടിച്ച് കുടിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് വില കുറച്ച് ഓർത്തോണ്ട് അവൻ ആദ്യം കുറച്ച് നാൾ കുടിച്ച് വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കള്ളു കുടിക്കുക? അവനോ പണിയെടുത്ത് അവനോന് ജീവിക്കാം, അവനോന് എൻജോയ് ചെയ്യാം. പണിയെടുക്കാത്ത ഒരുത്തിനും അത് എൻജോയ് ചെയ്യാനും പറ്റിയാലും അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ ലിബറലൈസ് ചെയ്യണം. ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞ പൊട്ടത്തരമൊക്കെ മാറ്റണം. മദ്യം വളരെ ഡിഗ്നിറ്റിയോട് കൂടി മേടിച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായി. ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു കുറച്ച് ബിഷപ്പുമാർ പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷം പറഞ്ഞാൽ അവരിത് നടപ്പിലാക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞു. പിന്നെ സാർ പറഞ്ഞ ഒരു പോയിന്റും കൂടെ ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് പറയുകയാണ്. ഈ മദ്യവും പെണ്ണും ഒക്കെ മനുഷ്യന് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണെന്നുള്ള പാദം നമ്മൾ മാറ്റി. കാരണം ഇപ്പം ഈ പെണ്ണുങ്ങൾ അടിക്കുന്ന പോലെ തന്നെ അല്ല ആണുങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾ ഇതിനകത്ത് വ്യത്യാസമില്ലേ. നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ലിബറലായിട്ട് വൈഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും സെക്സും അത് മനുഷ്യനുള്ള കാലത്തോടും ഇതൊക്കെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അത് ഒന്ന് ബയോളജിക്കൽ നീഡാണ്. മനുഷ്യന്റെ റിക്രിയേഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അത് സമൂഹത്തിൽ നിയന്ത്രിതമായിട്ട് ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ പറയും, പണ്ട് ഈ തിക്കുറിശിയുടെ വീടിന്റെ ഫ്രണ്ടില് തിക്കുറിശിയുടെ റൂമിൽ എങ്ങാണ്ട് ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അത് എവിടെയോ വായിച്ചാണ്. ഹൂസ് ലവ്സ് നോട്ട് വൈൻ വുമൺ ആൻഡ് സോങ്സ് റിമെയിൻസ് എ ഫൂൾ ഹിസ് ഹോൾ ലൈഫ് എന്ന തിക്കുറിശി നല്ലൊരു കലാകാരനായിരുന്നു എന്ന് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ സമൂഹത്തിലുണ്ടായും. അതിനെ കൺട്രോൾ ചെയ്ത് ഒരു ഈ പറഞ്ഞ പോലെ എല്ലാ വിധത്തിലുള്ള ദുർമാർഗത്തിലൂടെയും ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയും. ഈ സർക്കാർ വളരെ തന്റെടത്തോടു കൂടി, അതായത് ഒരു ഭയമില്ലാതെ ഇത് നല്ലൊരു മദ്യനയം നടപ്പിലാക്കണമെന്നും മദ്യം അത് വേണ്ടവർക്ക് വളരെ അന്തസ്സോടുകൂടി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ലഹരി നിരോധനമല്ല, മറിച്ച് ശാസ്ത്രീയമായ ബോധവൽക്കരണവും നിയന്ത്രിതമായ വിതരണവുമാണ് ഏതൊരു ആധുനിക സമൂഹത്തിനും വേണ്ടത്. മുൻപ് മദ്യം നിരോധിച്ച ബീഹാറിലും ഈ ഗുജറാത്തിലും ഒക്കെ ഇപ്പൊ എന്തുമാത്രം വ്യാജ മദ്യ ദുരന്തങ്ങളും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കൺസപ്ഷനും കൂടുതലാണെന്നും അത് എത്രമാത്രം കുതിച്ചുയരുന്നു ആണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഈ കപട ധാർമ്മികത മാറ്റിവെച്ചുകൊണ്ട് അതാരായാലും ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അത് ആരായാലും, അച്ഛന്മാരായാലും കൊള്ളാം, ബിഷപ്പുമാരായാലും കൊള്ളാം, മുല്ലാക്കന്മാരായാലും കൊള്ളാം, ഇനി ആരായാലും, ഏത് പൊളിറ്റീഷ്യൻ ആയാലും കൊള്ളാം, കപട ധാർമ്മികത മാറ്റിവെച്ചുകൊണ്ട് പ്രായോഗികവും ആധുനികവുമായ ഒരു മദ്യനയത്തിന് ആണ് നമ്മൾ പിന്തുടരേണ്ടത്. അത് വരും തലമുറയ്ക്കും വളരുന്ന കേരളത്തിനും അടുത്തൊരു ജനറേഷനും അത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെ മാനിച്ചുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്ക് വന്ന ജോർജ് സാറിനും ജിൻസ് മോനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.